ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കഞ്ഞിയുടെയാണ് കേട്ടോ. കഞ്ഞി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ എന്നല്ലേ ചിന്തിച്ചത്? പക്ഷേ ഇതൊരു സ്പെഷ്യൽ റാഗി കഞ്ഞിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും അരിയുടെ കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാത്രി നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായും അതേപോലെ തന്നെ ഡിന്നർ റെസിപ്പി ആയിട്ടും ഉപയോഗിക്കാം. ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല ഒരു കഞ്ഞിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മറക്കരുതേ. ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ റാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കഞ്ഞി ആയതുകൊണ്ട് കുറച്ചധികം വേണം, അതുകൊണ്ടാണ് അത്രയും എടുത്തത്. പിന്നീട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. തരികളൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് കലക്കിയെടുത്ത് തരികളൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കലക്കിയെടുക്കുക. നന്നായിട്ട് കലക്കിയെടുത്തതിലേക്ക് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ടൊന്ന് വെന്തിട്ട് നമുക്കൊരു കഞ്ഞിയുടെ പരുവത്തിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായി ഇളക്കി തിളപ്പിച്ചെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ റാഗി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്. തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടുകൂടിയാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തണുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾക്കൊരു കഞ്ഞിക്കുള്ള അതേ ഒരു പരുവത്തിലാണുള്ളത്. ഇതിലും കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കിതിൽ ചേർക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ. അതാണ് കഞ്ഞി സ്പെഷ്യലാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് 1 കപ്പ് തൈര്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വളരെ നല്ലതാണ് തൈര് ചേർത്ത് കഴിക്കുന്നത്. കാരണം തൈര് നമ്മുടെ ശരീരം നന്നായിട്ട് തണുപ്പിക്കും, അതോടൊപ്പം തന്നെ ദഹനവും ഒക്കെ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് നൈറ്റിലും ഒക്കെ ഈ കഞ്ഞി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ഉള്ളി ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. തൈരും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് മിക്സായി വരാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ചേർത്തുകൊണ്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് വേണ്ടാത്തവർ ചേർക്കേണ്ട. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ചുറ്റും ഒന്ന് വെതറി വയ്ക്കുക. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗിയുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിയുടെ കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് കേട്ടോ ഈ റാഗി കഞ്ഞി കുടിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്